കാര്യം 2005 നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനം എടുത്ത് ഇവിടെ കുറേ സ്ഥലം വാങ്ങിച്ചിരുന്നു. അന്ന് മാർക്കറ്റ് പണിയാനും ബസ് സ്റ്റാൻഡിനും ഹോസ്പിറ്റലിനും വേണ്ടിയാണ് അത് ചെയ്തത്. പക്ഷേ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം പിന്നെ യാതൊരു കാര്യങ്ങളും ചെയ്തില്ല. അങ്ങനെ ആ കിടക്കുന്ന സ്ഥലത്ത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ ഇപ്പോൾ അവിടെ പൊതുശ്മശാനം കൊണ്ടുവരാനാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനം എടുത്തത് അവർ മാസങ്ങൾക്ക് മുമ്പ് എടുത്തതാണ്. കാരണം ഹോസ്റ്റലിൽ അവർ ഉപസമിതി വെക്കുകയും ഈ ഉപസമിതി ഇവിടെ വന്ന് റിപ്പോർട്ട് പഠിക്കുകയും അതനുസരിച്ച് റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. അന്ന് ജനങ്ങളുടെ അഭിപ്രായം അറിയണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ അഭിപ്രായമൊന്നും അവർ ചോദിച്ചിട്ടില്ല, നമ്മളാരും അറിഞ്ഞിട്ടുമില്ല. ഈ ഓഗസ്റ്റും കഴിഞ്ഞ് സെപ്റ്റംബറും കഴിഞ്ഞ് ഒക്ടോബറും കഴിഞ്ഞ് ഇപ്പം നവംബറിലാണ് നമ്മളിത് അറിയുന്നതും ഇതിനെ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു സമയമായപ്പോഴെങ്കിൽ ഇവർ എന്തുമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇതിപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ ഒരു പൊതു ശ്മശാനം എന്ന രീതിയിലാണ്. നാളെ പൊതു ശ്മശാനം എന്തൊക്കെ തരത്തിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ KPMSന്റെ വരാം, SNDPയുടെ വരാം, NSSന്റെ വരാം. ഇങ്ങനെ പല ഇത് ലാസ്റ്റ് ഇതൊരു കോംപ്ലക്സ് ആയിട്ട് മാറും. അപ്പം നമുക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ട് മാറും. ഇവിടെ നമുക്കുണ്ടാകാവുന്ന പൊല്യൂഷൻ പ്രശ്നങ്ങൾ മാത്രമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഈ നാടിൻ്റെ ഇവിടുത്തെ വികസനങ്ങൾ മൊത്തം മുരടിക്കും. നമ്മളായാലും ഇഷ്ടപ്പെടുമോ? പിന്നെ ഇവിടെ വന്ന് ഇപ്പം നമ്മൾ താമസിക്കുന്ന പലരും ഇനി ഇവിടെ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുമോ? അങ്ങനെ ഒരു സംഭവം വന്നാൽ വരില്ല. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കാണുന്ന പോലെ ഇത് കൂടുതൽ കത്തിച്ചാൽ പോകുക മാത്രമല്ല, ഇതിനകത്ത് പിന്നീട് വരുന്ന വേസ്റ്റേജുകളും പിന്നീട് ഗവൺമെൻറ് സാധനം ഒരിക്കലും അതൊരു സർവീസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാക്കി വെച്ചാൽ അത് കിടക്കും. പിന്നെ അത് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഉപയോഗിച്ച് പോകും. ഈ പബ്ലിക് ടോയ്ലറ്റ് നമുക്ക് കയറാൻ പറ്റാത്ത പോലെ മുഖത്തിട്ട് കിടക്കണ പോലെയാവും ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതിനുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നമ്മളെയൊക്കെ ബാധിക്കും. അപ്പോൾ ഇതിനെ ഇപ്പം നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് എതിർത്താൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് ഇവിടുന്ന് മാറ്റാൻ സാധിക്കും. നമ്മൾ ഒന്നിച്ച് നിൽക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മളൊരു ഇത് ഒപ്പിട്ട് ഒരു മെമ്മറാണ്ടം കൊടുക്കും. അത് ഏറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോയി ചിലപ്പോൾ ഒരു ദിവസം സത്യാഗ്രഹം നടത്തേണ്ട വരും. അത് കഴിഞ്ഞിട്ടും പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിനടുത്ത് സ്റ്റെപ്പുകൾ നമുക്ക് പോകാൻ അതിനൊന്നും പ്രശ്നമില്ല. ഇതിനൊന്നും സാമ്പത്തികമായ സൗകര്യത്തിൽ കൂടുതൽ വേണ്ടത് എല്ലാവരും ഐക്യവും കൂട്ടായ്മയാണ്. അപ്പോൾ കൂടുതൽ ആധികാരികമായിട്ട് എല്ലാവരും പറയും. പഞ്ചാബിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ള ആളാണ് പറയും. 2000-2005 വർഷം നമ്മൾ സാമ്പത്തിക വർഷം അന്ന് പഞ്ചായത്ത് കമ്മിറ്റി അന്ന് 10 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ പേരൊക്കെ ഞാൻ പറയാം. ഒക്കെ നിങ്ങൾ കേട്ടോ. ഞാനുൾപ്പെടെ ശ്രീ രാജൻ പല്ലൂർ, ശ്രീ ദേവസി മാടൻ, ശ്രീ TP വേണു, TP വേണുവിൻ്റെ ഭാര്യ, അതായത് ഇപ്പോഴത്തെ വത്സലകുമാരി വേണു, പിന്നെ KV ബിനു, പിന്നെ ജിനി തെരിയൻ, അതുപോലെ തന്നെ CV കുട്ടപ്പൻ ഉൾപ്പെടെയുള്ള ഈ ആൾക്കാർ എല്ലാവരും കൂടിയുള്ളൊരു കമ്മിറ്റിയാണ്. മഞ്ഞപ്ര പഞ്ചായത്തിന് വികസിപ്പിക്കാൻ സ്ഥലമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ നമുക്കൊരു കുറച്ച് സ്ഥലം കണ്ടെത്തണം എന്ന് പറഞ്ഞു. സത്യത്തിൽ പഞ്ചായത്തിൽ 10 രൂപ പോലും തനത് ഫണ്ടില്ല. ഇതൊക്കെ വാങ്ങി തനത് ഫണ്ട് വേണം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വന്നു. ഈ 2003-2005 ഈ സംഭവം നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ വാങ്ങാൻ കാലത്ത് അന്ന് ശ്രീ പൗലോസ് ചേട്ടൻ, അതുപോലെ തന്നെ KJ പാപ്പൻ ചേട്ടൻ, മറ്റേ KV പാപ്പൻ ചേട്ടൻ, ഈ ആൾക്കാരൊക്കെ അവരെ സ്ഥലങ്ങളൊക്കെ വിട്ടുതരാൻ തയ്യാറായി. അപ്പോൾ റോഡ് വെട്ടിയിട്ടില്ല. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക് നിങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്ന് റോഡ് വെട്ടാതെയാണ് നമ്മളിത് ഈ സ്ഥലം വാങ്ങുന്നത്. റോഡ് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കൂടും. അതിൻ്റെ പേരിൽ റോഡ് വെട്ടാതെ നമ്മൾ ഈ സ്ഥലം വാങ്ങി ആ സ്ഥലത്തിന് കൊടുക്കാനായിട്ട് അന്നത്തെ ലെവലിൽ പഞ്ചായത്തിൽ 10 രൂപ പോലും ഇല്ല. അതായത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങേണ്ട സംഭവമാണ് പൈസ. പക്ഷെ അന്ന് ഗവൺമെൻറ് സ്വാധീനിച്ച് മഞ്ഞപ്ര പഞ്ചായത്തിൻ്റെ ഉൽപ്പാദന മേഖലയിലുള്ള ഫണ്ട് പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടി 3 വർഷത്തെ ഫണ്ട് മാറ്റിയാണ് നമ്മൾ ഈ 2 ഏക്കർ 68 സെൻറ്റ് സ്ഥലം ഇവിടെ വാങ്ങുന്നത്. പക്ഷെ അത് വാങ്ങിയാൽ ഇതിൻ്റെ വാല്യുവേഷൻ കിട്ടുക, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് അനന്തര നടപടികളൊക്കെ തന്നെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലെങ്കിൽ 1450 രൂപയാണ് നമ്മുടെ അന്ന് ഈ ചാറ്റുപാടത്തിന് ഇവിടെ വാല്യുവേഷനുള്ളൂ. ആ വാല്യുവേഷനുള്ള സാധനം ഗവൺമെൻറ് സാങ്ഷൻ വാങ്ങി 15,460 രൂപയ്ക്കാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങുന്നത്. നിങ്ങളൊന്നും മറിച്ച് വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഈ 15,460 രൂപയ്ക്ക് നമ്മൾ വാങ്ങണത്.
അപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ 3 പർപ്പസ് അന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മൾ ബഹുമാനപ്പെട്ട കളക്ടർക്ക് നമ്മളത് കൊടുക്കുകയും പ്ലീസ് എത്ര കയ്യിൽ നിന്ന് തിരിങ്ങൾക്കായിട്ട് ഇതിന് അംഗീകാരവും കിട്ടി. അതിൽ ഒന്നാമത്തെ കാര്യം അന്ന് ഞാനിവിടെ ഈ ചെന്ന 4-ാം വാർഡിലാണ് മത്സരിച്ചത്. ആ വാർഡിൽ മത്സരിച്ച് ജയിച്ചപ്പോൾ ആ വാർഡിലായിരുന്നു അന്ന് നമ്മുടെ ആസ്പത്രിയുടെ ഭാഗമായിട്ട് ചെന്നുണ്ടായ ക്ലിനിക്ക് പ്രദർശിച്ചുകൊണ്ടിരുന്നത്. ചെന്ന് അവിടെയാണ് മരിക്കേണ്ടി തോമസിൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത്. അത് വാടക കെട്ടിടത്തിലായിരുന്നു. അപ്പോൾ ആ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ക്ലിനിക്ക് അന്ന് മാറ്റി സ്ഥാപിക്കാൻ നമുക്കൊരു മാർഗം ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിലൊരു ഭാഗം ഗവൺമെൻറ് ആസ്പത്രിക്കും മറ്റേ ഭാഗം നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. കാരണം ടൗൺഷിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലം എടുത്തത്. എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പുറ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ഈ സ്ഥലം എടുക്കുന്നത്. അതിപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഭാഗം വരുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. മൂന്നാമതായി നമ്മളൊരു അജാന്തത്തെ മാർക്കറ്റ് അവിടെ നിന്ന് മാറ്റണമെന്നുള്ള എല്ലാവരുടെയും കൂടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന് വേണ്ടി കൂടിയുള്ള സ്ഥലമാണ് നമ്മൾ ഈ 3 സംവിധാനമായിട്ട് ചെന്ന് വാങ്ങിയത്. ഈ 2005 ഇറങ്ങിപ്പോകുമ്പോൾ ആകെ ആസ്പത്രി മാത്രമേ പണിയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക്. ആസ്പത്രി പണിതു. ആസ്പത്രി മാത്രമാണ് ചെന്ന് തീർന്നത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കിടന്നു. ഇന്നും അതിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോൾ 20 വർഷമായി. 4 കമ്മിറ്റികളും കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നിലവിൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ സാംസൺ ചാക്കോ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഒരു 5.5 കോടി രൂപ ഇവിടെ മാർക്കറ്റിന് അനുവദിച്ചതായിട്ട് എനിക്കറിയാം. പക്ഷേ 5.5 കോടി രൂപ ലാപ്സായിപ്പോയി. അത് ഉപയോഗിച്ചില്ല. അങ്ങനെ പോയി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ആസ്പത്രി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രദേശത്തൊന്നും കിടത്തി ചികിത്സിക്കാൻ നമ്മുടെ അടുത്ത പഞ്ചായത്തുകളിലൊന്നും സ്ഥലമില്ല. നമുക്ക് ഈ ഗവൺമെൻറ് ആസ്പത്രിയിൽ കിടത്തി ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ ആസ്പത്രി ഡെവലപ്മെൻറ്റ്സ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 80 സെൻറ്റ് ബാബു കോർപ്പറേഷൻ കൊടുക്കുകയാണ്. 80 സെൻറ്റ് സ്ഥലം അതും കൂടി അതിനുവേണ്ടി നമുക്ക് വിനിയോഗിക്കണം. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ അത് ബാബു കോർപ്പറേഷന് പിന്നീട് വന്ന കമ്മിറ്റി വാടകയ്ക്ക് കൊടുത്തു. പക്ഷെ വാടകയും കിട്ടുന്നില്ല. ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്ന വാടകയും കിട്ടുന്നില്ല. പ്രവർത്തിക്കലുമില്ല. പക്ഷെ എങ്കിൽ പോലും അതുവരെ മാറ്റിയെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വളരെ ദാരുണമായ ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം ഈ സാധനം നമ്മൾ വാങ്ങി പോലും 20 കൊല്ലം കൊണ്ട് ഒരു പുതിയ ഡെവലപ്മെൻറ്റ് നമ്മുടെ മഞ്ഞപ്പുറ പഞ്ചായത്തിൻ്റെ കീഴിൽ നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. 20 വർഷം കൊണ്ട്. ഇതിനകത്ത് ഞാൻ ആരും വഴിക്കുന്നില്ല. കാരണം ഇത് ഓരോരുത്തരുടെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 20 വർഷം കഴിഞ്ഞു നമ്മൾ വാങ്ങിയിട്ട്. 2023 നമ്മൾ വാങ്ങുന്നത്. ഇപ്പോൾ 20 വർഷമായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമുക്കിവിടെ പൊതു ശ്മശാനം വേണം. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു ജാതി എന്നല്ല, എല്ലാ ജാതിക്കാർക്കും. കാരണം നിങ്ങൾ ഇപ്പോൾ പഴയ മാതിരിയൊന്നുമല്ല. ഇപ്പോൾ സെമിത്തേരി തന്നെ കുടിച്ചിട്ടുള്ളതൊന്നും ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല. പൊതുവായി വരുന്ന ആൾക്കാരൊക്കെ കുടിച്ചാൽ ഇപ്പോൾ ഒരു പൊതു ശ്മശാനം വേണം. പക്ഷെ പൊതു ശ്മശാനം വെക്കേണ്ട സ്ഥലം അത് പഞ്ചായത്ത് അതിന് പറ്റുന്ന സ്ഥലം കണ്ടെത്തി പൊതു ശ്മശാനം വയ്ക്കണം. അത് ഉടനെ തന്നെ വെക്കണം. അതിനുള്ള തീരുമാനം എടുക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഈ ടൗൺഷിപ്പ് ആയിട്ട് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ സ്ഥലത്തല്ല നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരാളെ ബാധിക്കുന്ന കാര്യമല്ല. നാളെ നമ്മുടെ ഭാവിയിൽ നമ്മുടെ മക്കളുടെ മക്കളെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. അപ്പോൾ ആ സ്ഥിതിയിലേക്ക് ഇത് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും നിങ്ങൾ ഒറ്റ കാര്യം എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇതിനകത്ത് ഞങ്ങൾക്കൊന്നും വേറെ റോളില്ല. ഇവിടെയുള്ള ആൾക്കാർ നിങ്ങൾ ഒരുമിച്ച് നിന്ന് സംഘടിച്ച് നിങ്ങൾ നിന്നില്ലെങ്കിൽ ഇവിടെ ശ്മശാനം വരും. പൊതു ശ്മശാനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എസിക്കുള്ളൊരു ശ്മശാനമോ അല്ലെങ്കിൽ സെപ്പറേറ്റ് അല്ല വരുന്നത്. അപ്പോൾ ആരെയും വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് അടക്കാവുന്നൊരു സ്ഥിതി ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പരിസരവാസികൾക്കൊക്കെ വരുന്ന ബുദ്ധിമുട്ട്, നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ വാല്യൂ ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ ആ സ്ഥിതിയൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഏതെങ്കിലും ഒരു പറ്റിയ സ്ഥലത്തേക്ക് ഈ പൊതു ശ്മശാനം മാറ്റാനായിട്ട് നിങ്ങളെല്ലാവരും ഐക്യത്തോടെ നിൽക്കണം. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. തെറ്റിദ്ധാരണ വേണ്ട. ഇത് പൊതുവായ കാര്യമാണ്. അപ്പോൾ അതെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക. ഇതിനിപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച് നിൽക്കുന്ന ആൾ ബേബിയാണ്. ബേബി അതുപോലെ ബേബിയോട് കൂടിയുള്ള ബാബു അവരോടൊക്കെ ഉണ്ട്. ഈ ആൾക്കാരൊക്കെ കൂടി ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ എന്തായാലും ഞങ്ങളുടെയൊക്കെ സഹകരണം നിങ്ങളുടെ പുറകിലുണ്ടാവും. നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റിയോട് ഇതിനില്ല. ഞാൻ മനസ്സിലാക്കിയത് അയക്കേണ്ടതിനെ ഒപ്പിട്ടേക്കണമെന്നാണ്. എല്ലാവരും ഒപ്പിട്ടേക്കാണ്.
അപ്പോൾ നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റിയോടൊന്നും യാതൊരു ആക്ഷേപ കാര്യത്തിലില്ല. ഒറ്റ കാര്യമുള്ളൂ പഞ്ചായത്ത് കമ്മിറ്റിയോട് പറയാനുള്ളത്, ആദ്യം പൊതു ശ്മശാനത്തിനുള്ള സ്ഥലം പഞ്ചായത്ത് കമ്മിറ്റി ഈ പഞ്ചായത്തിൻ്റെ എവിടെയെങ്കിലും പൊതുവായി കണ്ടെത്തുക. അത് ആദ്യത്തെ കേസ് അതാണ്. രണ്ടാമത് ഇത് മാറ്റി ഇവിടെ പറഞ്ഞ പർപ്പസ് ഇവിടെ നടപ്പാക്കുക. എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് ആ ഉദ്ദേശ പർപ്പസ് ഇവിടെ നടപ്പാക്കുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒന്നുമേ തൊടാതെ ഈ 20 കൊല്ലവും ഈ സാധനം ഇങ്ങനെ കിടന്നതാണ്. അപ്പോൾ ഈ 20 വർഷം കിടന്ന മോഡലിൽ തന്നെ ഇത് അവസാനം വരെ കിടക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി ചെയ്യട്ടെ. നമ്മളാരും വെല്ലുവിളിക്കാനില്ല, പഞ്ചായത്ത് കമ്മിറ്റി വെല്ലുവിളിക്കാനില്ല, അല്ലെങ്കിൽ ആരും വെല്ലുവിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇതൊക്കെ നഗ്ന സത്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു പൊതുവായ കാര്യം ആയതിൻ്റെ പേരിലും ഇതിൻ്റെ പിന്നിൽ ഞാനൊക്കെ ഉണ്ടായതിൻ്റെ പേരിലും ഞാൻ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് ഞാനിത് വന്നത്. അത് എനിക്ക് ഇവിടുന്ന് ഒന്നും കിട്ടാനില്ല. എൻ്റെ വീട് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങളതിനകത്ത് സഹകരിക്കണം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇതിനകത്ത് വേറെ ഒരു രാഷ്ട്രീയമില്ല. നമുക്ക് ശ്മശാനം വേണ്ടെന്നില്ല, ശ്മശാനം വേണം. ശ്മശാനം സ്ഥാപിക്കാനുള്ള സ്ഥലം കണ്ടെത്തി അത് അടിയന്തരമായിട്ട് അതിനുള്ള നടപടി സ്വീകരിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി ഈ പറഞ്ഞ സ്ഥലം 3 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവൂ. 1 ഹോസ്പിറ്റല്, 2 ബസ് സ്റ്റാൻഡ്, 3 മാർക്കറ്റ്, പൊതു മാർക്കറ്റ്. ഇതല്ലാതെ വേറൊരു കാരണവശാലും ഒരു കാര്യത്തിനും ഈ സ്ഥലം ഉപയോഗിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തമായിട്ട് പറഞ്ഞതിന് വിപരീതമായിട്ട് ചെയ്യുമ്പോൾ കളക്ടർ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്. അങ്ങേരെ ഓർഡർ ലംഘിക്കുകയാണ്. അത് കോർട്ടലക്ഷ്യമാണ്. കേസിൽ നമുക്ക് പോകാവുന്നതുമാണ്. ഇവനെല്ലാം ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഏത് കമ്മിറ്റിയായാലും ആരായാലും നിയമപ്രകാരമുള്ളത് നിയമം എല്ലാവർക്കും ഒരേമാതിരി ബാധിച്ചേക്കേണ്ടതാണ് ആരായാലും. അപ്പോൾ നിയമം ലംഘിച്ച് വേറൊരു പ്രോജക്റ്റ് ഇവിടെ വരുത്തണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചട്ടവിരുദ്ധമാണ്. അതിന് പ്രതികരിക്കണം എല്ലാവരും. രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ പറയുന്നത്, ഈ സാധനം ഇപ്പോൾ ഞാൻ പറഞ്ഞൊന്നും മറന്നുപോയി. ഈ 20 കൊല്ല കാലയളവിൽ മാറി മാറി വന്നിട്ടുണ്ട്. ക്ഷമിക്കണം കേട്ടോ, മാറി വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്തു നമുക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. നമ്മളെല്ലാ കൊല്ലവും ടാക്സ് കൊടുക്കുന്നുണ്ട്, കാശ് കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്. ഇവർ എന്ത് ചെയ്തു 20 കൊല്ലം? ഒരു പുരോഗമനമില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ആൻസർ കിട്ടണം. മൂന്നാമത്, ഈ മഞ്ഞപ്പുറ ടോട്ടൽ പഞ്ചായത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഏരിയയാണ് ഏറ്റവും ഹൈലി ഡെൻസ്ഡ്, അതായത് ഒരുപാട് ആൾക്കാർ തിങ്ങി പാർക്കുന്നത് ഈ ഏരിയയാണ്. ഇവിടെ ബസ് സ്റ്റാൻഡ്, ഹൈസ്കൂള്, ഹോസ്പിറ്റല്, സ്പാർഷ് ഹോസ്പിറ്റല്, പള്ളി, അമ്പലം എന്ന് വേണ്ട മിക്കവാറും എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയാണ് വരുന്നത്. അവിടെ കൊണ്ടുവന്ന് ഒരു ശ്മശാനം വെച്ചാൽ നിങ്ങൾ സ്വയമായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മുടെ സാമാന്യ ബുദ്ധി, നമ്മൾ കൂടുതൽ വല്ല എൻവയറമെൻ്റൽ എഞ്ചിനീയറായിട്ടും അഡ്വക്കേറ്റായിട്ടും കൺസിഡർ ചെയ്യേണ്ട നോക്കേ വേണ്ട. നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം ഡെവലപ്പ് ചെയ്യുകയോ അത് റിട്ടാർഡ് ചെയ്യുകയോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ശ്മശാനം, ശ്മശാനം പൊതു എന്ന് പറയുമ്പോൾ എല്ലാവരും വരും, ഏത് ആൾക്കാരും വരും, ക്രിസ്ത്യാനികളും വരും. നാളെ എനിക്ക് പള്ളിയിലായിട്ട് എന്തെങ്കിലും സ്റ്റക്കർ പോരാണെങ്കിൽ എന്നെ കൊണ്ട് ഇവിടെ കത്തിച്ചോളാൻ ഞാൻ പറയാം. അപ്പോൾ ഈ പൊതു ശ്മശാനം വരുമ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തെ നമ്മൾ റിട്ടാർഡ് ചെയ്യുന്നോ അതിന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നോ, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ശക്തമായിട്ട് തന്നെ ഇതിനെതിരിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. വരട്ടെ, പ്രോജക്റ്റ് വരട്ടെ. 2ാം ലോകം ഇതൊക്കെ നിർത്തിയില്ലേ, ഒരുപാട് ചർച്ചകൾ ഇവിടെയൊക്കെ നിർത്തി എന്ന് പറഞ്ഞാൽ ഇതും നിർത്താം. ഇവിടെയും പഞ്ചായത്തിന് ഈ പറഞ്ഞ 2 പ്രോജക്റ്റും വരുത്താം. സർവ്വശാലയും വരുത്താം, മാർക്കറ്റും വരുത്താം, ബസ് സ്റ്റാൻഡും വരുത്താം. പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കാൻ നമ്മൾ സെലക്ട് ചെയ്ത വ്യക്തികൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്കൊരു മോഡലായിട്ട് കാണിക്കട്ടെ, റോൾ മോഡലായിട്ട് കാണിക്കട്ടെ. അല്ലാതെ വെറുതെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ശ്മശാനം കൊണ്ടുവന്നത് അല്ലെങ്കിൽ കക്കൂസ കൊണ്ട് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരിക്കലും വകവയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ശ്മശാനത്തിനെതിരല്ല നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് വേറെ സ്ഥലം കണ്ടെത്തി അവിടെ പൊതുശ്മശാനം വെക്കണം. അതായത് പഞ്ചായത്ത് പൊതുശ്മശാനത്തിന് നമ്മളെതിരല്ല. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് മാതിരി തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്നത് പൊതു സ്ഥാപനങ്ങൾ, പള്ളി, അമ്പലം, അല്ലെങ്കിൽ സ്കൂള്, ആസ്പത്രി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും തിങ്ങി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. അവിടെ ഇത് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥാപിച്ചും പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ അത് നോക്കലോ അന്വേഷിക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അത് വായുവിലുള്ള മലിനീകരണം, കുടിവെള്ളത്തിൽ വരുന്ന മലിനീകരണം, വരും തലമുറയ്ക്ക്, നമുക്ക് മാത്രമല്ല ഇനിയും വരുന്ന തലമുറയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അതുപോലെ ഈ ഭൂമിയുടെ വില തന്നെ മൊത്തത്തിൽ നോക്കിയാൽ ഈ പ്രദേശത്തിൻ്റെ വില തന്നെ കുറഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പള്ളിയങ്ങാടിയുടെ അടുത്താണ്, അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ ആസ്പത്രിയുടെ അടുത്താണ് നമ്മുടെ വീടെന്നൊക്കെ പറയുമ്പോൾ ഇനിയും പറയാൻ പോകുമ്പോൾ ആ സഹോദരയുടെ അടുത്താണ് അവൻ്റെ വീട് അല്ലെങ്കിൽ അവളുടെ വീടെന്നേ പറയുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് ഇത് മാറും.
അപ്പോൾ നമ്മൾ 20 വർഷം മുമ്പ് നേരത്തെ സൂചിപ്പിച്ച ഒരു ജില്ലാ കളക്ടർ, അതായത് ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും കൂടിയാണ് ജില്ലാ കളക്ടർ, അദ്ദേഹം ഇട്ട ഉത്തരവിൽ 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം അന്ന് അനുവദിച്ചത്. അത് ആസ്പത്രിയുടെ വികസനം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാവുന്ന അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇതുവരെയായിട്ട് ചെയ്യാത്ത, മാറി മാറി വന്ന ഒരു ഭരണസമിതിയും ചെയ്യാതെ ഇപ്പം ശ്മശാനം മാത്രം കൊണ്ടുവന്ന് സ്ഥാപിക്കാനാണ് അവർ തിടുക്കം കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ, അത് മാത്രമല്ല ഈ പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഇപ്പോൾ എല്ലാ മെമ്പർമാരും, അത് ഭരണപക്ഷവും പ്രതിപക്ഷമൊക്കെ ഒന്നായിട്ടാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിക്ക് മുമ്പ് തീരുമാനം എടുത്തപ്പോൾ നമ്മുടെ വാർഡിൽപ്പെട്ട മെമ്പർമാർ പോലും നമ്മളോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മളുടെ അഭിപ്രായങ്ങൾ ആരോടെങ്കിലും ആരാഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു സ്ഥാപനം തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ അവർ ഏകപക്ഷീയമായിട്ട് രഹസ്യമായിട്ട് എടുത്ത ഈ തീരുമാനം. അപ്പോൾ നമുക്കിതിലത് ചെയ്യാനുള്ളത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കണം. അല്ലാതെ ഈ വരാൻ പോണ ഈ വിപത്ത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കില്ല അത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു മീറ്റിംഗ് ആണെന്ന് കൂടിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ടുള്ള ഈ പ്രയാണത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇതിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വന്നാൽ അതിലേക്ക് നമ്മൾ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പഞ്ചായത്ത് രാജ് ആക്ടിന് 146 റൂൾ 12 അനുസരിച്ചാണ് വന്നത്. അതിൽ കൃത്യമായി പറയുന്ന കാര്യം, ആദ്യം ലോക്കൽ പീപ്പിളായിട്ട് കൺസൾട്ടേഷൻ വേണമെന്ന് പറയുന്നത്. ഈ സ്ഥാപനം വരുന്നതിന് മുമ്പ് ലോക്കൽ പീപ്പിൾ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമായി ഇരിക്കുന്ന കാര്യമാണ്. 2, സെൻട്രൽ പൊല്യൂഷൻ ബോർഡിന്റെ 300-500 മീറ്ററിന് ഇടയ്ക്ക് ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ആ സ്റ്റേറ്റിന്റെ ആണെങ്കിൽ 200 മുതൽ 300 മീറ്റർ പരിധിയിൽ ആശുപത്രി ഉണ്ടായിരിക്കാൻ പാടില്ല. റൂൾസ് 2 വയലേഷൻസ്. 3 ഇൻഹാബിറ്റേഷൻസ് എന്ന് പറയുന്നത്, അതായത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത്, കൂടിയെടുക്കുന്ന സ്ഥലങ്ങളിൽ ഈ സാധനം വെക്കാൻ പാടില്ല എന്ന് പഞ്ചായത്ത് രാജ് ആക്ട് പറയുന്നുണ്ട്. ഇതുകൂടാതെ വീണ്ടും പറയുന്ന കാര്യം, വാട്ടർ പൊല്യൂഷൻ ഉണ്ടായിരിക്കാൻ പാടില്ല. അത് പഞ്ചായത്ത് രാജ് ആക്ട് കൃത്യമായി, ഞാനിപ്പോൾ അത് കൃത്യമായ റൂൾസിൻ്റെ പുസ്തകം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ റൂൾസ് നോക്കിയതാണ്. പിന്നെ പാർട്ടിയുടെ ലെവലിൽ, മഞ്ഞപ്പുറം പഞ്ചായത്തിൻ്റെ ലെവലിൽ ഒരു മീറ്റിംഗ് ഇവരുടെ, നമ്മുടെ ഈ അരുവിയുടെയൊക്കെ ഇവരുടെ ആ മുക്കിൽ വെച്ചുണ്ടായിരുന്നു. ആ ജനാർദ്ദൻ്റെ വീട്ടിൽ അത് വെച്ചുണ്ടായിരുന്നു. അതിനകത്ത് വ്യക്തമായിട്ട് വൈസ് പ്രസിഡന്റ് ഒരു വാക്ക് പറഞ്ഞു, ഇവിടെ ആധുനിക രീതിയിലുള്ള അറവുശാല വരില്ല ഇതിൻ്റെ അകത്ത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഇതിന് 3 കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ കളക്ടർ ഓർഡർ തന്നേക്കണേന്ന് ചോദിച്ചു. അതുകൊണ്ട് വരില്ല. അപ്പോൾ ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന തീരുമാനം അതാണ്, ആദ്യത്തെ സ്ഥലത്ത് ടൈലിട്ട് ബസ് സ്റ്റാൻഡായിട്ട് നിർമ്മിച്ചതിന് ശേഷം ഇപ്പോഴത്തെ മൂലയ്ക്ക് നിന്ന് അടുത്ത അവിടെ ഒരു വേസ്റ്റ് വയ്ക്കാനായിട്ടുള്ളൊരു ഷെഡ് പണിതുണ്ട്. ആ ഷെഡ് വരേക്ക് 20 സെൻറ്റ് ഭൂമി തീട് കൽപ്പിച്ചെടുത്തിട്ട് അവിടെയാണ് ഇത് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്തിനെ പറ്റി ഒരു തീരുമാനമില്ല. അപ്പോൾ മറ്റു ലെവലിലൊന്നും വരില്ല. പിന്നീട് കിടക്കുന്ന 1 ഏക്കർ 80 സെൻറ്റ് ഭൂമിയാണത്. അപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു 70 സെൻറ്റ് 80 സെൻറ്റിൻ്റെ അടുത്ത് ഈ 2 കൂടി പോയാൽ 1 ഏക്കർ ഭൂമിയും കൂടി അവിടെ കിടക്കാണ്. അതിനകത്ത് ഇനി നാളെ ഒരിക്കൽ വരാൻ പോകുന്നത് ഓരോരോ സംഘടനകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഓരോരോ ശ്മശാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അന്നും നമ്മൾ പിന്നെ പ്രതികരിക്കാൻ പോയാൽ നടക്കില്ല ആ കാര്യം. ഇതേപോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ ഇവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഐക്യകണ്ഠേന പാസ്സാക്കിയിട്ടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടീനെ കുറ്റപ്പെടുത്തുന്നതല്ല. പഞ്ചായത്ത് 4 മാസങ്ങൾക്ക് മുൻപ് ഇവർ കമ്മിറ്റി കൂടി തീരുമാനിച്ചേക്കുന്നതാണ്. തീരുമാനിച്ചിട്ട് ഒരു മെമ്പറോ അല്ലെങ്കിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ അംഗങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറയട്ടെ, ഇങ്ങനെ ഒരു തീരുമാനം പഞ്ചായത്ത് എടുത്തേണ്ടെന്ന്. അപ്പോൾ ഇവർ മനഃപൂർവ്വം വളരെ രഹസ്യമാക്കി ഇത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവിധ വികസനത്തിനും തടസ്സം വരുത്താവുന്ന രീതിയിലും എല്ലാവിധ പൊല്യൂഷനും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിട്ടാണ് ഇത് ചെയ്തത്. ഇതിക്ക് മുൻപ് പല്ലിക്കുന്ന്, മുളരിപ്പാടം, ഇത് ഇവിടെ ഉണ്ട് നമ്മുടെ കരിങ്ങേൽക്കാട് പാടം, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും വേണ്ട. ഇപ്പോൾ ജനവാസ മേഖല ഇല്ലാത്ത കംപ്ലീറ്റ്, അതായത് വ്യവസായ യൂണിറ്റായിട്ട് നിൽക്കുന്ന കുഴിയമ്പാടമുണ്ട്. അവിടെ ഒരു അച്ഛൻ്റെ കളം എന്ന് പറഞ്ഞാൽ കളത്തിൻ്റെ പിറക് സൈഡിൽ പഞ്ചായത്തിന് വേണമെങ്കിൽ സ്ഥലം മേടിക്കാം. 10, 20, 25 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് ഇത് വേണമെങ്കിൽ പണിയാം. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പൊല്യൂഷൻ്റെ കംപ്ലയിൻറ്റ് പറയാനായിട്ട് അവിടെ ഓരോ ജനങ്ങളും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അല്ലാണ്ട് തന്നെ പൊല്യൂഷനാണ്. അപ്പോൾ ഇവർ മനഃപൂർവ്വം നമ്മളിലുള്ളവരെ എല്ലാവരെയും തലയിലേക്ക് ഇത് കെട്ടിവെച്ച് അവർ മാക്സിമം ഫണ്ട് അവരവരുടെ പോക്കറ്റിലാക്കാനുള്ളതാണെന്നാണ് ഞാൻ പറയുള്ളൂ. ഒരു വർക്ക് 3 കോടി രൂപയുടെ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ 30% അതിൻ്റെ കമ്മീഷൻ അവർ പറ്റിയിരിക്കും. അതിനകത്ത് ഭരണപക്ഷം പ്രതിപക്ഷം എല്ലാവരും ഒറ്റക്കൈയാണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായെന്ന് ശക്തമായിട്ട് എതിർത്താൽ മാത്രമേ ഈ കാര്യം നടക്കുള്ളൂ. അല്ലെങ്കിൽ അവരുടെ തോന്നിയാസം പോലെ ചെയ്യും. എന്നല്ലെങ്കിൽ നാളെ അവർ പറയും, ഞങ്ങളുടെ കാലത്ത് ചെയ്തു എന്ന് പറയും. ഞാൻ ചോദിച്ചു, ഈ സ്ഥലം ഇങ്ങനെ ചെയ്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ
അന്നുണ്ടായിരുന്ന മെമ്പറിനായിരുന്നു എന്ന് പറഞ്ഞ TP വേണം ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു. പ്രസിഡന്റിന്റെ ഭർത്താവായതുകൊണ്ട് വന്നിരുന്ന അതിനകത്ത് സംസാരിച്ചാണ്. ഇത് സ്ഥലം നികത്താൻ വേണ്ടിയിട്ട് കളക്ടറുടെ നിന്ന് ഓർഡർ മേടിച്ചാണ് മണ്ണിടിച്ച് നികത്താൻ. ഇപ്പം ഇത് അന്നത്തെ പ്രസിഡന്റാണ് ഇരിക്കണേ. ഞങ്ങൾക്കത് കേൾക്കാനല്ലേ പറ്റുള്ളൂ. ഇന്നലെ പറഞ്ഞാണ് സ്ഥലം നികത്താൻ വേണ്ടിയിട്ട് കളക്ടറുടെ അങ്ങനെ ഒരു കളക്ടർ ഓർഡർ ഇടുന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സ്ഥലം നികത്താൻ വേണ്ടിയിട്ട് ഇന്ന 3 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനാണ് പറയണമെന്നുള്ളത് പറയാൻ നമുക്ക് പറ്റൂല. അപ്പോൾ ഇവിടെ നടക്കുന്നത് ശുദ്ധ തോന്നിയാസമാണ്. അപ്പം നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഭാവിയിൽ ഈ കിടക്കുന്ന ഭൂമി തന്നെയാണെങ്കിലും വെറുതെയാണത്. ഇപ്പം ഇന്നലെ അവിടെ അരുവിയൊക്കെ ചോദിച്ചോട്ട് ഞങ്ങളുടെ മക്കളുടെ ഒരു കല്യാണ കേസ് വന്നാൽ എവിടെ വീട്? ആ ശ്മശാനത്തിൻ്റെ അടുത്ത്. ഒരു വീട്ടുകാരും പെട്ടെന്ന് ഒരു കല്യാണമോ കാര്യങ്ങളോ നടത്താൻ ആരും തയ്യാറാവില്ല. അത് പെങ്കൊച്ചുങ്ങളെ കെട്ടിക്കുകയും പെങ്കൊച്ചുങ്ങളെ കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിലും ആളുകൾക്ക് താല്പര്യക്കുറവുണ്ടാവും. എന്തിന് വേറെ സ്ഥലമുണ്ടല്ലോ, ഇവർ അന്വേഷിച്ച സ്ഥലം കിട്ടും. മൂക്കുന്നൂർ പഞ്ചായത്തിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, എന്നിട്ട് മൂലപ്പാറ കൊണ്ടുവന്ന് വെച്ചേക്കണത്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതൊക്കെ ആൾതാമസം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നാ വെച്ചേക്കണേ. അല്ലാണ്ട് ഇവരെ പോലെ ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കണല്ലോ. ഇതിക്ക് മുൻപുണ്ടായിരുന്ന സ്ഥലത്ത് എന്താ ഇവർക്ക് എന്താ പറ്റാത്ത? അവിടെ ഡേവിസ് മണവാളനെ എതിർത്തു. ആര്യാ തോമസ് എന്നെക്കാരൻ്റെ ഏരിയ വന്നപ്പോൾ ഡേവിസ് മണവാളൻ അവിടെ ആളെ കൂട്ടി അവൻ ഷൈൻ ചെയ്തു. ആ പരിപാടിയാണ് മാറ്റി. അവിടെ കോൺഗ്രസ്സുകാരെ എതിർത്തു. മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടിയാണ് കരിങ്ങാലക്കാട്ടിൽ എതിർത്തത്. മുളരിപ്പാടത്ത് പിന്നെ വേണമെങ്കിൽ ഞങ്ങൾ ആധിപത്യം. ഇങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത് എനിക്ക് ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയമില്ല, മതമില്ല, അല്ലെങ്കിൽ മറ്റുള്ള യാതൊരു ചേരിതിരിവില്ല. ഇവിടെ മഞ്ഞപ്പുറ പഞ്ചായത്തിൽ ശ്മശാനം വേണ്ട എന്ന അഭിപ്രായവും നമുക്കില്ല. അതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അവർ അവിടെ ചെയ്യട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ തമ്മിൽ വേർതിരിക്കാനും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കും എല്ലാവരും. അതിന് നമ്മൾ തയ്യാറാവരുത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് നടപ്പാക്കാൻ കഴിയില്ല. അതിൽ നമ്മൾ ഒരു കാരണവശാലും രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഇത് ഉൾപ്പെടുത്തരുത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഈ അപേക്ഷയൊക്കെ എഴുതിക്കൊണ്ടേ നമ്മുടെ ഇവിടെ എല്ലാവരും കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു റാലിയായിട്ട് പോയി പഞ്ചായത്ത് കൊടുക്കണായിട്ടുള്ളത് അവർക്ക് കാര്യം മനസ്സിലാവണം. നമുക്ക് റാലിയായിട്ട് ജനങ്ങൾ അറിയട്ടെ. എല്ലാവരും കൂടെ പ്രത്യേകിച്ച് ഈ ഏരിയയിലുള്ള ആളുകളും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട്, ഇപ്പോൾ തിയേറ്റർ, ബാക്കി ഇത്രയധികം വീടുകൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് അത് ലീഗലി എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന്. അപ്പോൾ ഞാനത് പഠിച്ചിട്ടില്ല. പക്ഷെ അതായിരിക്കണം ഏറ്റവും ആദ്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനുവേണ്ടി ഈ ഏരിയയിലുള്ള ആളുകളും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം എല്ലാവരും. കാരണം ഒരുപാട് സ്ഥലത്തു നിന്ന് പലതരത്തിലുള്ള എതിർപ്പും, പ്രത്യേകിച്ച് പഞ്ചായത്തിൽ ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും അംഗീകരിച്ചു എന്ന് പറയുന്നു. അത് നമുക്ക് അപ്പൊ ആ തരത്തില് അവിടെ നിന്ന് ഇതിനെ ഈ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നമുണ്ടാവും. അപ്പൊ അത് എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നാൽ മാത്രമേ അത് തടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഫാക്റ്റും ഈ പറയുന്ന കാര്യങ്ങളും എല്ലാവർക്കും അതിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പരിധിവരെ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും അതുപോലെ മറ്റേ ക്ലൗഡ്സിൻ്റെ ഒക്കെ ഇതനുസരിച്ചിട്ട് ഈ പറയുന്ന വായുവിനെ മേപ്പോട്ട് പോകില്ല. ഒരു മഴക്കാറോ അല്ലെങ്കിൽ നല്ല കാറ്റോ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ 50 അടി കയറ്റി പോകാതെ ആ പരിസരത്ത് തന്നെ അതിങ്ങനെ വ്യാപിച്ചിരിക്കും. അപ്പോൾ ബോഡി ദഹിപ്പിക്കാനായിട്ട് മഴക്കാറം നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന പോലെ സ്മെല്ലില്ല എന്ന് പറഞ്ഞാൽ പോലും സ്മെല്ല് വരും. ആ സ്മെല്ല് വരും എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ നടന്ന മീറ്റിങ്ങിലും ഇപ്പോൾ ഞാനും ജോൺസണൊക്കെ അവിടെ പങ്കെടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് നമുക്ക് പോയി കാണാം, കണ്ടിട്ട് നിങ്ങൾ ഒന്ന് വിലയിരുത്തുക എന്നൊക്കെ ഇന്നലെ TP വേണമൊക്കെ പറയണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം ഇതിൻ്റെ കാര്യങ്ങൾ. കാരണം ശ്മശാനത്തെക്കുറിച്ച് വ്യക്തമായുള്ള കാഴ്ചപ്പാടുള്ള ആളും ഞാൻ കണ്ടിട്ടുള്ള ആളും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായില്ലെങ്കിൽ പോലും ഈ പറയുന്ന മഴയൊക്കെ പെയ്യുമ്പോൾ അല്ലെങ്കിൽ റെയിൻ ക്ലൗഡ്സ് ഉള്ള സമയത്ത് ഈ പുക മേപ്പോട്ട് പോകില്ല. അപ്പോൾ നമുക്ക് പല ഒരു ചിമ്മിണിയുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ വീട്ടിലെ ചിമ്മിണി തന്നെ പുക ഈ പറഞ്ഞ പോലെ നല്ല മൂടി നിൽക്കുന്ന എല്ലാം അന്തരീക്ഷത്തിൽ പുക പുറത്തേക്ക് പോകില്ല. പുക ആ ഭാഗത്ത് തന്നെ കെട്ടിയിരിക്കും. അപ്പോൾ എന്തൊക്കെ എത്ര രീതിയിൽ ഇപ്പോൾ ആരംഭത്തിൽ ചെയ്ത് കഴിഞ്ഞാലും ഭാവിയിൽ ഇത് പൊല്യൂഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് ശല്യമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം ശ്മശാനം വേണം, പക്ഷേ നമ്മുടെ അടുത്ത് വേണ്ട. ഇത് മാത്രമാണ് എൻ്റെ അഭിപ്രായമുള്ളൂ. ഇത് ഞാൻ ഫെയർ വാല്യൂ ഉണ്ടായിരുന്നില്ല. ഈ സ്ഥലങ്ങൾക്കൊന്നും ഫെയർ വാല്യൂ ഉണ്ടായിരുന്നില്ല 22 വർഷം മുമ്പ്.
അപ്പോൾ ഇതിന് വാല്യൂ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഇങ്ങനെ കളക്ടർ ഒരു ഓർഡർ ഇട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഓർഡർ നമ്മൾ തപ്പിയിരുന്നു. ആ ഓർഡർ തപ്പിയപ്പോഴാണ് ഇങ്ങനെ ഈ 3 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ട് അന്നൊരു ഓർഡർ കണ്ടത്. പിന്നെ ഇതുമായി സംബന്ധിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം ഐക്യകണ്ഠേനമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു മെമ്പർ പറയുകയാണ് ഞങ്ങളതിന് അനുകൂലമായിരുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് എതിരായിരുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഈ എല്ലാ മെമ്പർമാരും ഒരേ അഭിപ്രായത്തിലാണ് ഇതിന് തീരുമാനം എടുത്തിരിക്കുന്നത്. അതിൻ്റെ തീരുമാനം വേണമെങ്കിൽ ഞാൻ വായിച്ചുതരാം. മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനം സംബന്ധിച്ച ഉപസമിതി റിപ്പോർട്ട് കമ്മിറ്റി ഐക്യകണ്ഠേന അംഗീകരിച്ചു. ആയത് പ്രകാരം എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് ചുമതലപ്പെടുത്തി തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അനുമതിക്കായി സമർപ്പിക്കുന്നതിനും തീരുമാനിച്ചു. പൊതുശ്മശാനം സംബന്ധിച്ച് പൊതുജനങ്ങളെ യഥാവിധി അറിയിക്കുന്നതിനും തീരുമാനിച്ചു. ഭാവിയിൽ ഈ പരിസരത്ത് കെട്ടിട നിർമ്മാണം നടത്തുന്നതിൽ നിന്നും പൊതുശ്മശാനം ഒരു ശല്യ ഘടകമായി പരാതി ഉണ്ടായാൽ ആ പരാതി പരിഗണിക്കേണ്ടതില്ലെന്നും യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. ശ്മശാനം വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഒരു പൊല്യൂഷൻ ഉണ്ടായാൽ പോലും ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത് അതുവരെ ഇവർ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ തീരുമാനം എടുത്തേക്കണേ. ഓക്കെ, അപ്പം നാളെ ഇനിയും അതൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയും അവർ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. പൊതുശ്മശാനം സംബന്ധിച്ച് ഉപസമിതി റിപ്പോർട്ട് കമ്മിറ്റി ഐക്യകണ്ഠേന അംഗീകരിച്ച് ആയത് പ്രകാരം എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊതുശ്മശാനം സംബന്ധിച്ച് പൊതുജനങ്ങളെ യഥാവിധി അറിയിക്കുന്നതിന് തീരുമാനിച്ചു. ഭാവിയിൽ ഈ പരിസരത്ത് കെട്ടിട നിർമ്മാണം നടത്തുന്നതിൽ നിന്നും പൊതുശ്മശാന അതും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2-3 കാര്യങ്ങൾ അവർ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പഴുതും അടച്ചാണ് ഈ പൊതുവായിട്ടുള്ളൊരു തീരുമാനം അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മെമ്പർ പറയാണ് ഞാൻ ഈ പൊതുശ്മശാനത്തിന് എതിരായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കേണ്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം കൂടി ഒരു കമ്മിറ്റിയിൽ വന്നിരുന്നത് ഇവർ പറഞ്ഞത് ഈ സ്ഥലത്തെ സംബന്ധിച്ച് അജണ്ട വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു പൊതുശ്മശാനം വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ കമ്മിറ്റി മെമ്പർമാരും ഈ ഒരു പൊതുശ്മശാനം വേണം എന്നുള്ളൊരു ഏകകണ്ഠമായ അഭിപ്രായം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവരൊരു സ്ഥലം കണ്ടെത്താൻ പറഞ്ഞ് ഒരു സബ് കമ്മിറ്റി തീരുമാനിച്ചത്. അപ്പോൾ ഈ സബ് കമ്മിറ്റി തീരുമാനിച്ചതിൽ നമ്മുടെ എല്ലാ മെമ്പർമാരും ഉണ്ട്, രണ്ട് ഭാഗത്തുള്ള മെമ്പർമാരും ഉണ്ട്. അപ്പോൾ അവർ വന്ന് സ്ഥലം നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെയാണ് പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമുക്കെല്ലാവരും ഒറ്റ ലക്ഷ്യത്തോടു കൂടി വന്നേക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒറ്റ ലക്ഷ്യമുള്ളൂ. നമുക്ക് പല പല മാർഗങ്ങളുണ്ടാവും. നമുക്ക് ഒരാളെ ഇപ്പോൾ സൗമിനി സപ്പോസ് നമ്മുടെ വാർഡ് മെമ്പർ, അല്ലെങ്കിൽ ഇവിടുത്തെ ജയൻ, അപ്പോൾ പലർക്കും പല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും. പലരെയും പല രീതിയിലും ഫോണിൽ വിളിക്കാം, നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കില്ല, ഞങ്ങൾ നിങ്ങളെയൊക്കെ സഹായിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ ചെയ്തേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ രീതിയിലുള്ള മാർഗങ്ങൾ എല്ലാവരും സ്വീകരിക്കണം, അതൊരു മെയിനായിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത് നമ്മളിവിടെ ഇപ്പോൾ അറവുശാല വന്ന സമയത്ത് നമ്മൾ പറഞ്ഞപ്പോൾ ഒറ്റ ഫോൺ കോൾ കൊണ്ട്, ഇപ്പോൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഞാൻ പറയാണ്, ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ആ അറവുശാല ഇവിടുന്ന് പോയതാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇവിടെ അനുവദിച്ചിരുന്നു. ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു പൊതു മാർക്കറ്റാണെന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചിരുന്നത് ഈ പഞ്ചായത്തിലുള്ള സ്ലോട്ടർ ഹൗസ് കൂടിയാണ്, ഈ പഞ്ചായത്തിലുള്ള മൃഗങ്ങളെ ആയിരിക്കും ഇവിടെ കൊണ്ടുവന്ന് കശാപ്പ് ചെയ്യുന്നത് എന്നാണ് വിചാരിച്ചത്. അപ്പോൾ പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിലാകെ 1-2 സ്ഥലത്ത് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു സ്ഥലത്ത് മാത്രമാണ് ഇത് സ്ലോട്ടർ ഹൗസോട് കൂടിയുള്ള മാർക്കറ്റുള്ളൂ, ആധുനിക രീതിയിലുള്ള മാർക്കറ്റുള്ളൂ. അപ്പോൾ എല്ലാ മൃഗങ്ങളെയും ഇവിടെ കൊണ്ടുവന്ന് കശാപ്പ് ചെയ്ത് ഇറച്ചിയാക്കിയിട്ട് ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകും. അപ്പോൾ ഇവിടുത്തെ ഈ വേസ്റ്റ് ഒന്നും നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോഴാണ് ആ തീരുമാനം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഒറ്റ ഫോൺ കോളിന്മേ ആ പരിപാടി ഇവിടെ അവസാനിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ ശ്മശാനത്തെക്കുറിച്ച് ആലോചന വരെ വരില്ലാമായിരുന്നു ആരെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അത് വേണ്ടി പഞ്ചായത്തിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കമ്മിറ്റിയുടെ കാര്യങ്ങൾ ഞങ്ങളുടെ 3 പേരും പേരെഴുതി ചേർത്തിട്ടുണ്ട്. എന്ത് ചേർത്താലും ഒറ്റ കാര്യം ഞാൻ പറയാം, അതായത് ഇതിപ്പോ ഇവിടെ പറഞ്ഞു, ഞാൻ പറഞ്ഞു, അതായത് കറക്റ്റായിട്ട് ഇത് വന്നു പോയാൽ ഇത് ശാപമായിരിക്കും. അതിൻ്റെ ഒരു വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞ ജനവാസം ഇല്ലാത്ത ഇഷ്ടം പോലെ മേഖലയുണ്ട്, ഇതിന് വേണ്ട സ്ഥലമാണ്. അല്ലാണ്ട് ഈ ടൗൺഷിപ്പ് പോലെ നമ്മളിവിടെ ഈ സ്ഥലം മേടിച്ചിട്ട് ഈ പഞ്ചായത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ട് ഇത് വെക്കാന്ന് പറഞ്ഞാൽ ഇത്രയും വിട്ടിത്തരം വേറെ ആരെയും ചിന്തിക്കും? അവിടെ ഇലക്ട്രിക് ആയാലും ഗ്യാസ് ആയാലും ഓയിലായാലും വിറകായാലും അവിടെ നടക്കുന്ന പ്രോസസ് കത്തിക്കില്ല.
അപ്പൊ അതിന് പുക ഉണ്ടാകേ ഇതിന്റെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിനെ ചിന്തിക്കുക. ഇത് വരുത്താൻ ഒരിക്കലും നിങ്ങൾ സമ്മതിക്കരുത്. അതിന്റെ രാഷ്ട്രീയമല്ല, ഇനി എന്ത് പണ്ടാലും വന്നാലും ശരി, നിങ്ങൾ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ചെയ്തു പോയാൽ ഉണ്ടാവണ അപകടം നിങ്ങൾക്ക് തന്നെ തീരാവണം. എനിക്ക് എന്താ പറയാനുള്ളത്? അത് അതിനൊറ്റ ഉദാഹരണമാണ് ഇപ്പൊ മറ്റേ രാജീവിന്റെ ബില്ല് സ്ഥാപിച്ചിരുന്ന ടവർ. അത് തന്നെ പറഞ്ഞേ. ഇപ്പൊ അതിന്റെ ചുറ്റുവട്ടത്ത് ഒരാൾ മരിച്ചു ക്യാൻസർ ആയിട്ട്. ഇപ്പൊ ആ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ മോനെ ഞാൻ ചോദിക്കണത്